നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ചോദ്യപേപ്പർ ഇട്ട എല്ലാ അധ്യാപകർക്കും സന്തോഷത്തിൻ്റെയും ബാക്കിയെല്ലാം നിങ്ങൾ പൂരിപ്പിക്കുക. നമസ്കാരം. ഈ വീഡിയോ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്ക് വേണ്ടി എന്നെപ്പോലുള്ള അധ്യാപകരുടെ വിഷമങ്ങളും അതുപോലെ നിങ്ങൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷാകർത്താക്കളും കേൾക്കാനും വേണ്ടി ഉള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഇപ്പം +2 ഫിസിക്സ് കഴിഞ്ഞു, ബയോളജി കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു. പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ നമുക്ക് എടുത്തു പറയാം, ഫിസിക്സും കെമിസ്ട്രിയും. കാരണം പലപ്പോഴും പല കോഴ്സുകൾക്ക് പോകുമ്പോഴും ഫിസിക്സും കെമിസ്ട്രിയും, ഇപ്പം നീറ്റ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്, കീമാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. ഫിസിക്സ് കെമിസ്ട്രി മാറ്റി വെക്കാൻ നമുക്ക് പറ്റത്തില്ല, അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് ഈ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും പരീക്ഷകൾ എഴുതുന്നത്. ഇപ്പം ഒന്നാമത്തത്, ഈ ഭയങ്കരമായ എരിവാണി വെയിലത്ത്, അസാധാരണ കൊടും വെയിലത്തെന്ന് പറയാം, നട്ടുച്ചയ്ക്ക് പരീക്ഷ. റമദാന്റെ നോമ്പ് നോക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലാതെ വ്രതം നോക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരുപാട് പേര് വ്രതവും നോമ്പും ഒക്കെ നോക്കുന്ന ഒരുപാട് പേര് നട്ടുച്ചയ്ക്ക് ഈ പരീക്ഷകൾ പോയി എഴുതുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികളെ ആ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതിന് ഏറ്റവും വലിയ സൂചനയാണ്. കാരണം നമുക്ക് പോലും ഈ കാലാവസ്ഥയിൽ ചൂടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അന്നേരം അവർ എന്തും വേണ്ടി പിരിമുറുക്കത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെ മേലാണ് ഈ ഒരു സമയത്ത് പോയി പരീക്ഷ എഴുതുന്നതെന്ന് ആലോചിക്കണം. അതൊന്ന്, ഒരു വലിയ തെറ്റ്, ഈ ഉച്ചയ്ക്ക് നടത്തേണ്ട വലിയ തെറ്റ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. 2, നമ്മൾ ആദ്യം പറഞ്ഞതാണ് ടൈം ടേബിളിൻ്റെ വളരെ മോശമായ ടൈം ടേബിൾ ഇടുന്ന രീതി. അത് പണ്ടും ഇന്നും മണ്ടന്മാരാണോ, അധ്യാപകരെ കൊണ്ട് പറയില്ല, മണ്ടന്മാരാണോ ടൈം ടേബിൾ ഇടുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അധ്യാപകരാണോ അതോ ഇനി വേറെ വല്ല ബംഗാളികളെ കൊണ്ടുവന്ന് കാണാൻ ലേബർ ക്യാമ്പിൽ കൊണ്ടുവന്ന് ഈ ടൈം ടേബിൾ ഇടുവാണെന്ന് സംശയമുണ്ട്. കാരണം മാത്സിന് 7 ദിവസം, ഫിസിക്സിന് 1 ദിവസം, ബയോളജിക്ക് 1 ദിവസം, കെമിസ്ട്രിക്ക് 2 ദിവസം. എന്നാൽ പിന്നെ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 3 ദിവസം വെച്ച് കൊടുക്കരുതോ? +1 ഇതേപോലെ തന്നെ. എന്തൊരു മണ്ടത്തരമായ അശാസ്ത്രീയമായ ടൈം ടേബിൾ. അന്നേരം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും നോക്കാൻ ഉള്ള സമയമില്ല. ഇത് ധൃതിപ്പെട്ട് എവിടെ പരീക്ഷ നടത്തി തീർക്കാനാണ് ഈ നോക്കുന്നത്? CBSE-ക്കാർ 1.25 മാസം 1.5 മാസം എടുത്താണല്ലോ പരീക്ഷ നടത്തുന്നത്. അതേ ടെക്സ്റ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ സ്റ്റേറ്റിലും പഠിക്കുന്നത്. അന്നേരം അശാസ്ത്രീയമായ ടൈം ടേബിൾ ഇടുന്നത്. ഒരുപാട് വർഷങ്ങൾ മണ്ടത്തരം കാണിച്ചെങ്കിൽ ഈ വർഷം അതിന് വാക്കില്ല, അത്രയും മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ടൈം ടേബിളിൻ്റെ രീതി. 3, ഗംഭീര മോഡൽ എക്സാമുകൾ. ഇങ്ങനെ വേണം മോഡൽ എക്സാം നടത്താൻ. അതറിയോ, മോഡൽ എക്സാം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഫോളോ അത്യാവശ്യം 100% ഞാൻ പറയത്തില്ല, ഒരു 60% 70% ഫോളോ ചെയ്യാൻ പറ്റണം. ഇനി എത്ര ക്വസ്റ്റ്യൻ പേപ്പർ പ്രഗത്ഭരാണെന്ന് പറഞ്ഞാലും അധ്യാപകരാണല്ലോ. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ഇവരൊക്കെ അങ്ങ് മാറും അധ്യാപകരായാലും. അന്നേരം അവന് ടെൻഷനും ഒക്കെയാണ്. ബാക്കിയുള്ളവരുടെ ഇത് വരുമ്പോൾ ടെൻഷൻ പ്രശ്നമില്ലല്ലോ. അന്നേരം മോഡൽ എക്സാം വളരെ ഈസി ആക്കുകയും പബ്ലിക് എക്സാം ടഫാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ഇടുകയും ചെയ്യുന്ന രീതി. അതായത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, പുലബന്ധം പോലും ഇല്ല. അത് 3ാമത്തത്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഗമനിച്ചിടാം. 4, ഈ കോഴ്സ് +2 കോഴ്സ് എന്തിനാണ് ഗവൺമെന്റ് നടത്തുന്നത്? +2 കോഴ്സ് നടത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിജയം, അതിൻ്റെ മാർക്ക്, ഓരോ മാർക്കും ഞാൻ എപ്പോഴും പറയും, എവരി 1 മാർക്ക് ക്യാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. എന്നാൽ ചിലരൊക്കെ പറയും 1 മാർക്ക് കൊണ്ടെന്ന്. കാര്യം 1 മാർക്ക് ഒരു ഗ്രേഡിനെ നിശ്ചയിക്കും. 1 മാർക്ക് കൊണ്ട് ഒരിടത്ത് അഡ്മിഷന് നിങ്ങൾക്ക് നഷ്ടമാകും. ഈ പല എൻട്രൻസുകൾക്കും അല്ലെങ്കിൽ പല അഡ്മിഷനുകൾക്കും കോളേജുകളിലും ബാക്കിയുള്ള മെഡിക്കൽ കോളേജിലായാലും എഞ്ചിനീയറിംഗിലായാലും ബാക്കിയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായാലും അഡ്മിഷൻ കിട്ടാൻ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, ഇത്രയും അശാസ്ത്രീയമായ രീതികളെല്ലാം കൊണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ കാനഡയും ഉട്ടോപ്യയും ഇങ്ങനെയുള്ള, ഇനി പുത്തനായിട്ട് ഗൂഗിളിൽ ഓരോരോ സ്ഥലങ്ങൾ, മാൾട്ട പോലുള്ള ഓരോരോ സ്ഥലങ്ങൾ ഇനി കണ്ടുപിടിച്ച് പോവുകയാണ്.
ഇവിടുന്ന് അങ്ങ് പടുപണ്ടാരൻ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. എങ്ങനെങ്കിലും ഇവിടുന്ന് ഈ കുന്ത ഇത്രയും നാളും +2 വരെ എങ്ങനെയെങ്കിലും പരീക്ഷ കഴിഞ്ഞങ്ങ് പോയാൽ മതി എന്നുള്ള രീതി നിൽക്കുകയാണ്. ഇതിനെക്കാട്ടി ഭേദം ഏത് സ്ഥലത്ത് പോയാലും സ്വർഗമാണെന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ. ഇത് മനസ്സിലാകാത്ത വിഡ്ഢികളായിട്ടുള്ള കുറേ പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, തർക്കമില്ലാതെ പറയാം. നമ്മൾ ഈ ഒരു 4-5 കൊല്ലമായിട്ട് കാണുകയാണ് ഇവിടുത്തെ കുട്ടികളെല്ലാം പുറത്തോട്ട് പോകുന്നത്. ഇതിൻ്റെ റീസൺ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതിൻ്റെ പുറകിലുള്ള കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ അശാസ്ത്രീയ എല്ലാം ഉണ്ട്. ഫ്രീഡം വേണം എന്ന് പറഞ്ഞു പോകണം എന്നൊക്കെ പറയുന്ന കുറേ രീതികളുണ്ടായിരിക്കാം. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നല്ല പോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ, എടുത്ത് ഞാൻ പറയുന്നു, എല്ലാ സ്കൂളിലും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു 80% ഉണ്ടെങ്കിൽ കേരളത്തിലെ ഒറ്റ കുട്ടികൾ അടുത്ത +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സ് ഇവിടെ തന്നെ ചേരും, കേരളത്തിൽ തന്നെ പഠിക്കും. ഈ ബാക്കിയുള്ള ബാംഗ്ലൂർ, തമിഴ്നാട്, ബാക്കി ഇതര സംസ്ഥാനങ്ങളിൽ പോലും പോകത്തില്ല. ഇത് രാജ്യം വിട്ടുപോകാൻ കാരണം അവർ മടുത്തിട്ടാണ്. ഇനി രക്ഷകർത്താക്കൾ ഓരോരോ കോഴ്സുകളും എടുത്ത് എത്രയോ പ്രയാസപ്പെട്ട് എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ജയിച്ചൊരു കോഴ്സ് എടുത്ത് ജോലി കിട്ടിയിട്ട് വേണം ആയാസമുള്ള ഈ ജോലികളൊക്കെ ഒന്ന് നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ, കടം മേടിച്ചായാലും വെളിയിൽ രാജ്യത്തിന് പുറത്ത് ലക്ഷക്കണക്കിന് കൊടുത്ത് വിടുന്ന രക്ഷകർത്താക്കൾ, ഇവരുടെയൊക്കെ പ്രാർത്ഥനയെ ശാപമാക്കി മാറ്റുന്ന രീതികളാണ് ഇതെല്ലാം. അന്നേരം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പം മിനിമം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതൊന്നും വലിയ കഴിവ് തെളിയിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും ഒരു അധ്യാപകനായിട്ടൊക്കെ കോളേജിലും സ്കൂളുകളിലും വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ഇതൊന്ന് കഴിവ് തെളിയിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഇട്ടതിനൊക്കെ അതിനൊക്കെ മുകളിൽ 100 ഇരട്ടി മുകളിൽ ക്വസ്റ്റ്യൻ ഇടാം. പക്ഷെ ആരാണ് എഴുതേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളാണ് എഴുതേണ്ടത്. അത് മനസ്സിലാക്കി വ്യക്തതയോടെ അല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നം മാത്രമല്ല, തകർന്ന് തരിപ്പണമായി ഓൾറെഡി, ഇനി തകർച്ചയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. അറിയാം, ഇത് നിങ്ങൾക്ക് മനസ്സിലാം. നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്യുക. കാരണം ഇതെല്ലാവരും കാണേണ്ടതാണ്. കാരണം എല്ലാവരും പറയാൻ, ഓരോ കുട്ടികളും ഓരോ രക്ഷകർത്താക്കളും ഒരുപക്ഷെ എന്നെപ്പോലുള്ള ഒരുപാട് അധ്യാപകരും പറയാൻ ആഗ്രഹിക്കുന്ന. അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഫിനിഷ് ചെയ്തെല്ലാം റെഡിയായി സെറ്റായിരിക്കുകയാണ്. നമുക്ക് ഇനി ഇത് എളുപ്പമാക്കണമെന്നും അല്ലെങ്കിൽ ആവറേജ് ആക്കണമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വാല്യുവേഷനിലെങ്കിലും ഒരു ഇച്ചിരി കരുതൽ കാണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ A+ ഒക്കെ കിട്ടേണ്ട കുട്ടികൾ, ജയിക്കാൻ ഇച്ചിരി പാടുപെടുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന, പല ഗ്രേഡുകളെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് മനസ്സിൽ കരുതി ചെയ്താൽ അതിനൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടുത്ത വർഷമെങ്കിലും ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, കേരളത്തിലെ വിദ്യാഭ്യാസ രീതിക്ക് മാറ്റങ്ങൾ വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും കഴിയും. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വിഷമങ്ങളാണ്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വിഷമമാണ്. ഇപ്പോൾ ഈ +2 പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികളിലെ ചിത്രത്തിനകത്ത് മോഹൻലാലിൻ്റെ ഡയലോഗ് പോലെ എന്നെ കൊല്ലാൻ പറ്റുമോ സാറേ, അല്ലെങ്കിൽ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കുന്ന അവസ്ഥ. കാരണം അത്രയും ശോകമാണ്, അവർക്കൊന്നും പറയാനില്ല, ശോകമാണ് അവസ്ഥ. കാരണം അത്രയും തകർന്നു പോയി അവർ. അന്നേരം ഇനി പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട്, മാത്സ്. പെട്ടെന്ന് പരീക്ഷ തീർത്ത് വെക്കേഷൻ കൊടുക്കാനുള്ള ധൃതിയാണ് സർക്കാർ. കാരണം ആഘോഷിക്കണമല്ലോ. ഒന്നും കൂടുതൽ പറയാനില്ല, എല്ലാം പൂരിപ്പിച്ചെടുത്തോണം. നെവർ എവർ ഗിവ് അപ്പ്.